266 ദിവസം നീണ്ടുനിന്ന സഹന സമരം, അതാണ് ആശാസമരം. കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയധികം വനിതകൾ തെരുവിലിറങ്ങിയ മറ്റൊരു സമരമില്ല. അന്ന് സമരപ്പന്തലിലെത്തിയ പ്രതിപക്ഷ നേതാവ് അവർക്കൊരു വാക്ക് നൽകിയിരുന്നു. അനുഭാവപൂർവ്വം ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന്. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറി മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ വാക്ക് വലിച്ചിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം, അഭിമാനം. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുമ്പോൾ, ഞങ്ങൾ അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും അവിടെ പരിഹസിച്ചവർക്കും മുന്നിൽ വന്ന് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ ഒരു വർധനവുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്ക് ഇന്ന് പാലിച്ചിരിക്കുകയാണ്. 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വർധനവ് സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് നൽകുമെന്ന്. ഞങ്ങളുടെ അടിസ്ഥാന ഡിമാൻഡ് എന്ന് പറയുന്നത് 21,000 രൂപ മിനിമം വേതനം എന്നാണ്. തീർച്ചയായിട്ടും ആ വേതന വർധനവിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ വർധനവിനെ കാണുകയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് അടുത്ത മാസം അത് സംബന്ധിച്ചൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ആയമാർക്കുമുള്ള വേതനവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണെന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തെളിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷ സർക്കാർ പൊതുവിൽ നമ്മൾ പറയുന്നത് തൊഴിലാളി പക്ഷത്തുള്ള സർക്കാരാണെന്നാണ്. പക്ഷേ അന്ന് ലഭിക്കാത്തൊരു പരിഗണനയാണ് ആദ്യമായിട്ട് UDF സർക്കാർ, അതും 10 വർഷത്തിനിപ്പുറം ഉണ്ടായിരിക്കുന്നത്. വനിതകൾ മുടിമുറിച്ചുള്ള സമരം, അനേകം സമരങ്ങൾ, മഹാസംഗമങ്ങൾ, അങ്ങനെ പലതും സംഘടിപ്പിച്ചിരുന്നു. ഇനി വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങളല്ലേ മുന്നോട്ട് വരിക? തീർച്ചയായിട്ടും ഈ 21,000 രൂപ വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും മറ്റ് ധാരാളം വിഷയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഈ സമരത്തെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു കമ്മിറ്റിയെ അവിടെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങളൊരു 10-25 നിർദ്ദേശങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു, ആശമാരുടെ ജോലി സംബന്ധമായ മറ്റിതര വിഷയങ്ങൾ. പക്ഷേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ഒരു കാര്യം പോലും പരിഗണിച്ചില്ലായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമായിരുന്നു. സമരക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കി വിടാനുള്ള ഒരു പ്രഹസനമായിരുന്നു. അപ്പോൾ ആ ഡിമാൻഡുകളെല്ലാം നിലനിൽക്കുകയാണ്. ആ ഡിമാൻഡുകൾ അതൊക്കെ വളരെ സാങ്കേതികമായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് അത് പരിശോധിച്ച് അത് കൃത്യമായ അതിനകത്തൊരു തീരുമാനമെടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് സമരം സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, സമരം ചെയ്ത് ആരും ഒന്നും നേടാൻ വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, കേരളം എന്ന് പറഞ്ഞാൽ സമരങ്ങളുടെ നാടായിരുന്നു കേരളം. എല്ലാ അവകാശങ്ങളും, നമ്മൾ വിദ്യാഭ്യാസം ചെയ്യാനും മാറുമറയ്ക്കാനും തുടങ്ങി എല്ലാ കാര്യങ്ങളും പൊതുനിരത്തിലൂടെ നടക്കാനും ഒക്കെ നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തൊരു കേരളത്തിൽ നിന്നാണ് അദ്ദേഹം ആ സമരവിരുദ്ധ നിലപാടെടുത്തത്. അതിനുള്ള മറുപടി കൂടിയാണ് ഗവൺമെൻറ്റിന് 10 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്, പുതിയൊരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ച് സമരം ചെയ്ത ഞങ്ങൾക്ക് പുതിയൊരു ഗവൺമെൻറ് വന്ന് ആ ഡിമാൻഡിൻ്റെ ഒരു ഭാഗം നൽകുമെന്ന് പറയുന്നത് അത് വളരെ സവിശേഷമായൊരു കാര്യമായിട്ട് ഞങ്ങൾ തിരിച്ചറിയണം. വലിയ സന്തോഷമാണ് ആശാസമരത്തിനുള്ളത്. കാരണം ഇവർ 1-2 ദിവസമല്ല തെരുവിൽ കിടന്നത്, 266 ദിവസങ്ങളാണ്. അത് സ്ത്രീകൾക്ക് ഒരു ചെറിയ ദൂരമല്ല. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.